എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു കുഞ്ഞു ക്രാഫ്റ്റാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ താരം സ്പൂണാണ്. ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ സ്പൂണാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക ഐഡിയ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ കാണാം. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. ഇതേപോലത്തെ ഒരു വൈറ്റ് ടിഷ്യൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കളറുള്ളത് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ഷീറ്റല്ല, ഇതിനെ നമുക്കൊന്ന് പകുതിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ സ്പൂണാണ്. അപ്പോൾ എത്ര വലുപ്പം വേണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പൂൺ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അത് ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്പൂൺ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ അത് ഇങ്ങനെ വരും. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു സ്പൂണിൻ്റെ ഷേപ്പിൽ നമുക്ക് ഈ ഒരു ടിഷ്യൂ ഇങ്ങനെ മടങ്ങി വരും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു അടിഭാഗം നമുക്ക് ഒന്ന് പിരിച്ചൊക്കെ കറക്റ്റാക്കിയാൽ മതി. ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലൊരു പെറ്റൽ റെഡി ആയിട്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കിടിലൻ ഐഡിയ കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കെട്ടുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ കുറച്ച് പെറ്റൽസും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പമാണ്. ഇതുപോലെ പേപ്പർ വെച്ചിട്ട് അതിന് നടുവിൽ സ്പൂൺ വെച്ച് പ്രസ് ചെയ്യുക, പിന്നെ ഊരിയെടുക്കുക. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പറയുമ്പോൾ ഇങ്ങനെ കുറേ കാര്യമുള്ള പോലെ തോന്നിയാലും പെട്ടെന്ന് തന്നെ പരിപാടി തീരും. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതെല്ലാം തന്നെ ഇതിൻ്റെ അടിഭാഗങ്ങളൊന്ന് കെട്ടി അത് ഇങ്ങനെ പോരാത്ത രീതിയിലൊന്നും ആക്കണം. അപ്പോൾ ഞാനൊരു കട്ടിയുള്ള നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര കട്ടിയുള്ള നൂല് വേണ്ട കേട്ടോ. സാധാരണ നമ്മൾ തുന്നാനൊക്കെ എടുക്കുന്ന നൂലായാലും മതി. എല്ലാം ഒന്ന് ഇതേപോലെ കെട്ടിക്കൊടുക്കണേ. അപ്പോൾ കുറച്ചധികം ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഒരു ചെറിയ പീസ് ടിഷ്യൂ എടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിൽ നനച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ നനയുമ്പോൾ ഇങ്ങനെ ഒട്ടിയിരുന്നോളൂ. നമ്മൾ വിളക്കിലൊക്കെ തിരി ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു ഏകദേശം മോഡലിൽ നോക്കിയിട്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കമ്പി വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് അലുമിനിയം കമ്പികൾ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തിരി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് സെൻറ്ററിലായിട്ട് ഇങ്ങനെ കമ്പി വളച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു പെറ്റൽ ഒരെണ്ണം വെച്ച് കൊടുക്കുക, പിന്നെ അത് ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കെട്ടുകയാണെങ്കിൽ അങ്ങനെയായാലും മതി. അല്ലെങ്കിൽ ഇതൊന്ന് ആദ്യം ഒട്ടിച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് സെക്യൂറാക്കി കെട്ടി കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഓരോന്നും ഇതേപോലെ വെച്ച് കെട്ടി എടുക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം വയ്ക്കുക, പിന്നെ അടുത്തത് വയ്ക്കുക. അപ്പോൾ ഒരു ഫ്ലവറിൽ 3 ഇതളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 3 വെച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി. ലാസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടും ഇളകാതെ ഇരുന്നോളും. അപ്പോൾ കണ്ടോ, ഒരു ഫ്ലവറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇതളുകളും ഇതുപോലത്തെ പൂക്കളാക്കി മാറ്റിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് പൂക്കളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു അടിഭാഗത്ത് ഇതേപോലെ ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. ഗ്രീൻ ടേപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ച കളറുള്ള പേപ്പർ ചെറിയ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തിട്ട് അത് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ആദ്യം മാത്രം ഒട്ടിക്കുക, പിന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണ്, ഇവിടെ ഉണ്ടായിരുന്ന പഴയ ലീഫാട്ടോ വെച്ച് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ലീഫും നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തു കൊടുത്തു. പിന്നെ സെൻറ്ററിൽ ആ ഒരു സംഭവത്തിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞ പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഒരു യെല്ലോ കളർ വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലോ. കണ്ടോ? അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒറിജിനൽ ഫ്ലവറിൻ്റെ മോഡൽ തോന്നുന്നുണ്ടോ, അതെന്താണ് എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ കമൻറ്റ് വായിച്ചിട്ട് ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ എളുപ്പത്തിൽ സ്പൂൺ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ് ക്രാഫ്റ്റ്. സമയം കിട്ടുന്ന സമയത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരൊക്കെ ഒരു ലൈക്ക് തരിക. അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്